ഹലോ നമസ്കാരം. അപ്പോൾ അതൊരു ഇലക്ട്രയാണ്, വർഷങ്ങളായിട്ട് നമ്മുടെ അടുത്ത് പണിതുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ കസ്റ്റമറിൻ്റെ പേര് ഗഫൂർ എന്നാണ്. പുള്ളിക്ക് മാർക്കറ്റിൽ ബിസിനസ്സാണ്. അപ്പോൾ ഒത്തിരി വർഷമായിട്ടുള്ള ബന്ധമാണ്. ഇപ്പോൾ പുള്ളിയുടെ അനിയനാണ് ഈ വണ്ടി കൊടുത്തേക്കുന്നത്, സലാം എന്നാണ് പേര്. അപ്പോൾ ഇത് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്യാൻ കൊണ്ടുവന്നേക്കണതാണ്. അപ്പോൾ 2019 വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയിട്ട് നമ്മൾ എഞ്ചിൻ അന്ന് പണിത് കൊടുത്താണ്. അപ്പോൾ എഞ്ചിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എഞ്ചിൻ നമ്മളൊന്നും ചെയ്യുന്നില്ല, ഹാഫ് ഇഞ്ചിനായിട്ട് ഇളക്കി ചെയ്യുവാണ്. അപ്പോൾ ഇത് കുറേ നാളായിട്ട് വെറുതെ കയറ്റി വെച്ച് കംപ്ലീറ്റ് മാറാമ്പലൊക്കെ പിടിച്ച് ഇതായിപ്പോയി. അതാണ് മാറാമ്പലൊക്കെ എടുത്ത് കാണിച്ചത്, പിന്നെ വേട്ടാളം കൂടി. അപ്പോൾ ഇത് നമ്മുടെ മേശിരിയുടെ അടുത്ത് കൊണ്ടുവന്നതിൻ്റെ ബാക്ക് ഒന്ന് ചെറിയൊരു ചേഞ്ച്, ഒരു വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ മഡ് ഗാർഡ് സാധനങ്ങളൊക്കെ ക്ലാസിക്കിൻ്റെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് തന്നെ വളഞ്ഞമ്പലം എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു മേശിരിയുണ്ട്. പുള്ളിയുടെ അടുത്താണ് ഇത് കൊണ്ടുവന്ന് ചെയ്യുന്നത്. പുള്ളിയും എന്നെ പോലെ തന്നെ ഒറ്റയ്ക്കിരുന്നാണ് പണിയുന്നത്. ഇച്ചിരി പ്രായമായ മേശിരിയാണ്. അപ്പോൾ എനിക്ക് പ്രായമായവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ അവർ ആ പ്രായത്തിലും പണിയെടുക്കാനുള്ളൊരു മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ, അത് വലിയൊരു കാര്യം തന്നെയാണ്. അവർ ഒന്നും വെറുതെ ഇരിക്കുന്നില്ല, വെറുതെ അവിടെ എവിടെയും കവലയ്ക്കും പോയിരുന്ന് സ്വറയം പറഞ്ഞിരിക്കുന്നതല്ല, അവർ പ്രായത്തിലിരുന്ന് പണിയെടുക്കുന്നത് തന്നെ വലിയൊരു കാര്യം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എന്താണോ പറയുന്നത്, നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്തു തരും. അതുകൊണ്ടാണ് അവരുടെ അടുത്ത് കൊണ്ടുപോകുന്നത്. പിന്നെ ഇത് മേശിരിൻ്റെ സീറ്റ് കട്ട് ചെയ്ത് ഞങ്ങൾ ലെങ്ത്തൊക്കെ കുറച്ച് സീറ്റും കാര്യങ്ങളും, പിന്നെ ബാറ്ററി ബോക്സ് പുതിയ ക്ലാസിക്കിൻ്റെ ഓവൽ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. അതുപോലെ എയർ ഫിൽറ്റർ കവർ, ഇതെല്ലാം കറക്റ്റ് നേരെ ചരട് പിടിച്ച് വെച്ചേക്കണവർ വേണം കേട്ടോ സെറ്റ് ചെയ്യാൻ. അപ്പോൾ അത് നമ്മൾ ആദ്യമേ ചെയ്ത് കഴിഞ്ഞാൽ പെയിൻറ്റിങ് ചെയ്യണേക്ക് മുമ്പ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പക്കരിക്കും. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് കംപ്ലീറ്റ് പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് കംപ്ലീറ്റ് പൊളിച്ചു തുടങ്ങിയാണ്. അപ്പോൾ ഇതൊരു കുറച്ച് ഒരു 3, 4, 5 വീഡിയോ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. എല്ലാ ഭാഗങ്ങളും നിങ്ങൾ വിശദമായിട്ട് കാണുക. കാരണം ഒരു റീസ്റ്റോറിങ്ങിന് എന്തൊക്കെ അഴിക്കും നമ്മൾ എൻ്റെ വർക്ക്ഷോപ്പിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3, 4 പാർട്ട് കണ്ടത് ഒരു വെറൈറ്റി ആയിട്ടാണ് വണ്ടി സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് എന്തൊക്കെ ഭാഗമാണ് നമ്മൾ പെയിൻറ്റിങ്ങും പ്ലേറ്റിങ്ങിനും അഴിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.